ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി ഈ നീതികേടിന് കൂട്ടുനിന്നു എന്നാണ്. മുഖ്യമന്ത്രി ഒരു നീതികേടിനും കൂട്ടുനിന്നിട്ടില്ല. അങ്ങനെ നീതികേടിന് കൂട്ടുനിൽക്കുന്ന ഒരാളല്ല മുഖ്യമന്ത്രി. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണ്. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ ഒരാളും ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല. സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലത്തിലും ആരാവണമെന്നുള്ളത് അതത് ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പാകെ അവതരിപ്പിച്ച് പിന്നീട് മണ്ഡലം കമ്മിറ്റിയിലും വന്ന് സംസ്ഥാന കമ്മിറ്റി അവസാനം അംഗീകരിച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനത്തിൽ എത്ര സീറ്റാണോ ഉള്ളത് അത്രയും സീറ്റിൽ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി തീരുമാനിച്ചു എന്നാണ് അതിനർത്ഥം. അതിന്മേൽ വ്യത്യസ്തമായ യാതൊരു ചിന്തയും പാർട്ടിയിലില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, മലപ്പട്ടത്ത് ഈ വർഗവഞ്ചകനെതിരായി നടന്ന ജനകീയ പ്രതിഷേധമില്ലേ, ഇന്നലെ 3 ഇടങ്ങളിൽ നിന്ന് നടന്ന ജനകീയ പ്രതിഷേധത്തിൽ, ആ പ്രതിഷേധത്തിൽ TK ഗോവിന്ദൻ മാസ്റ്ററുടെ ബന്ധുക്കളടക്കം പങ്കെടുത്തു. എന്തുകൊണ്ടത് പങ്കെടുത്തത്? അങ്ങനെ പങ്കെടുക്കുന്നതിന് കാരണം പാർട്ടി കൈക്കൊണ്ട തീരുമാനം ശരിയാണ്. ഗോവിന്ദൻ മാസ്റ്റർക്ക് സ്ഥാനാർത്ഥി മോഹം ഉണ്ടായിരുന്നു. അതിനോട് മലപ്പട്ടത്തെ ജനങ്ങൾ യോജിക്കുന്നില്ല. ഇതിനു മുമ്പത്തെ ഒരു ചരിത്രം ഞാൻ പറയാം. ഇന്ന് അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം പോകാനാണല്ലോ നോക്കുന്നത്. കോൺഗ്രസിൻ്റെ പിന്തുണ തേടിയിട്ടാണല്ലോ സണ്ണി ജോസഫുമായി ചർച്ച നടത്തിയത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം, തളിപ്പറമ്പിൽ കോൺഗ്രസ് നിർത്താൻ ആലോചിച്ച സ്ഥാനാർത്ഥിയെ ധർമ്മടത്ത് നിർത്താൻ ആലോചിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനർത്ഥം കോൺഗ്രസിൻ്റെ ബാനറിൽ UDF-ൻ്റെ പിന്തുണയോടെ ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ മത്സരിച്ചേക്കുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഞാൻ പാർട്ടിയോട് ചോദിച്ചു എന്താണ് എനിക്ക് അയോഗ്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്ഥാനാർത്ഥി മോഹം ഉണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോടും ഉയർന്ന നേതാക്കന്മാരോടും വ്യക്തിപരമായി അദ്ദേഹം കമ്മിറ്റി കഴിഞ്ഞപ്പോൾ, നിങ്ങളൊന്നും കമ്മിറ്റിയിൽ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, എനിക്ക് വല്ലാതെ വേദനയുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി മോഹം ഉണ്ടായി എന്നല്ലേ. സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയുള്ള തീരുമാനം ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം എന്തിനാ പാർട്ടി നേതാക്കളെ കാണാൻ പോയത്? തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ട്. അത് സ്ഥാനാർത്ഥി മോഹമല്ലേ? യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അർഹതയിൽ കൂടുതൽ വിവിധ തലങ്ങളിൽ സ്ഥാനമാനങ്ങളും പദവിയും പാർട്ടി സ്ഥാനവും നൽകിയതിന് ശേഷം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ പാടുന്നു. അതൊരു രാഷ്ട്രീയ വഞ്ചനയല്ലേ? ആ രാഷ്ട്രീയ വഞ്ചനക്കെതിരായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാരുടെയും അനുഭാവികളുടെയും രോഷപ്രകടനം മലപ്പട്ടത്ത് നിന്ന് ആരംഭിച്ചത് അത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടാവും. അദ്ദേഹം പല്ലിൽ കുത്തി നാറ്റിക്കുകയാണ്. അദ്ദേഹം തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്യാമള ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുമായി ചേർന്ന് രാഷ്ട്രീയ വഞ്ചനയിൽ ഏർപ്പെടുകയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഏത് കൊലകൊമ്പൻ വന്നാലും അവർക്കെതിരെ പാർട്ടിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി ഇറങ്ങും. അതാണ് ഭൂതകാല ചരിത്രം. അതിന് മലപ്പട്ട ഒരു ഉദാഹരണമാണ്. മലപ്പട്ടത്ത് കുറച്ചു മുമ്പ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അവിടുത്തെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം മലപ്പട്ടത്തെ ജനങ്ങൾ മുഴുവൻ അപമാനിക്കുന്നതായിരുന്നു. അതിനെതിരെ ഒരാത്മാഭിമാന സദസ്സ് മലപ്പട്ടത്ത് നടത്തി.
ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേരുന്ന പ്രതിപക്ഷ നേതാവ് അപമാനിച്ച മലപ്പട്ടത്തെ ജനങ്ങളെ അപമാനിച്ച ആ പ്രശ്നത്തിൽ അന്ന് ആത്മാഭിമാന സദസ്സിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിച്ച ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് അതേ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്കാരോടൊപ്പമാണ് ചേർന്ന് അപമാനിതനായി നിൽക്കുന്നത്. ആത്മാഭിമാന സദസ്സിൽ വ്യക്തമാക്കപ്പെട്ട മലപ്പട്ടത്തിൻ്റെ പാരമ്പര്യം എന്താ? ഒരു പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ മലപ്പട്ടത്താണ്. അതിന് കാരണം മലപ്പട്ടത്തെ വായനശാലയുടെ പ്രബുദ്ധതയാണ്. അവിടുത്തെ വായനശാലകൾ പലതും PSC കോച്ചിങ് സംഘടിപ്പിക്കുന്നു. അതിനെ തുടർന്ന് പലരും വിദ്യാസമ്പന്നരായി, പലരും PSC വഴി പരീക്ഷ എഴുതി ജോലി നേടി. ഈ പാരമ്പര്യമുള്ള ഒരു നാടിനെ അപമാനിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയോടൊപ്പം ചേരാൻ പോകുന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയ വഞ്ചന ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയവുമില്ല, അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി മോഹമാണ്. ആ സ്ഥാനാർത്ഥി മോഹത്തെ തുടർന്നുള്ള പല കള്ളപ്രചരണങ്ങളുമാണ് അദ്ദേഹം നടത്തിയത്.